നേപ്പാളിലേക്ക് കോഴിക്കോട് നിന്നും പോയ വിനോദസഞ്ചാര സംഘം സുരക്ഷിതർ എന്നൊരു സമാധാനമുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. പ്രളയ സ്ഥലത്ത് നിന്ന് 200 കിലോമീറ്റർ അകലെയാണ് ഇവരുള്ളത്. 42 പേരടങ്ങുന്ന സംഘം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നേപ്പാളിലെത്തിയത്. നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലാണ് ഈ സംഘം. അവിടെ നിന്നുള്ള പ്രതികരണങ്ങളുണ്ട് അതിലേക്ക്. സംഭവം ഉണ്ടായ ശേഷം ആരും പുറത്തൊന്നും പോയിട്ടില്ല. ഈ പൊക്കറയിലുള്ള ഹോട്ടലിലേക്ക് നിന്ന് പറയുന്നത് വളരെ സേഫായിട്ട് കഴിയാണ്. ഞങ്ങൾ 47 പേരാണ്, 42 യാത്രക്കാരും 5 ടൂർ മേക്കേഴ്സിന്റെ സ്റ്റാഫുണ്ട്. പക്ഷേ കാര്യങ്ങളൊന്നും യാതൊരു പ്രയാസമില്ല. വളരെ മാന്യമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തിട്ട് ഇടയ്ക്ക് വന്ന ഈ സംഭവം നമ്മുടെ യാത്രയ്ക്ക് ഉണ്ടാക്കിയെന്നല്ലാതെ വേറെ പ്രയാസങ്ങളൊന്നുമില്ല. ആകാശ വിവരങ്ങളുമായിട്ടുണ്ട്. ആകാശ, നേപ്പാളിൽ നിന്നുള്ള ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളും ദൃശ്യങ്ങളും വാർത്തകളും പുറത്തു വരുന്നതിനിടയിലാണ് ഒരു ആശ്വാസകരമായ പ്രതികരണം കൂടി കാണാൻ പറ്റുന്നത്. തീർച്ചയായും സേതുലക്ഷ്മി, ഈ സംഘം 42 പേരടങ്ങുന്ന സംഘമാണ് കോഴിക്കോട്ടിൽ നിന്ന് നേപ്പാളിലേക്ക് തിരിച്ചിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച 21-ാം തീയതിയായിരുന്നു ഇവർ നേപ്പാളിലേക്ക് പോയിരുന്നത്. പിന്നീടാണ് ഈ പ്രദേശത്ത് മിന്നൽ പ്രളയം ഉണ്ടാവുകയും ഇവർ ഈ മിന്നൽ പ്രളയം ഉണ്ടാവുന്ന സ്ഥലത്ത് നിന്ന് മാറി ഏകദേശം 200 കിലോമീറ്റർ അകലെയുള്ള ഒരു ഹോട്ടലിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇവർ നിലവിൽ 42 പേരാണ്. കൂടാതെ 7 പേരടങ്ങുന്ന ടൂറിസ്റ്റ് ഗൈഡുകളും ഇവരോടൊപ്പമുണ്ട്. ഇവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെള്ളിയാഴ്ചയാണ് പുറപ്പെട്ടത്. പിന്നീട് അവിടെ എത്തി വ്യാഴാഴ്ച പൊക്രാനിൽ നിന്ന് കാഠ്മണ്ഡുവിലെ ക്ഷേത്ര ദർശനത്തിലേക്ക് പോകേണ്ടതായിരുന്നു. അപ്പോഴാണ് ഈ മിന്നൽ പ്രളയം ഉണ്ടാവുകയും ഈ വാർത്ത അറിയുകയും റോഡ് മാർഗം പോകാൻ സാധിക്കില്ലെന്നും ഇവിടെ ചളി നിറഞ്ഞിരിക്കുക എന്ന വിവരം ഇവർക്ക് ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവർ യാത്ര തന്നെ അവസാനിപ്പിക്കുകയായിരുന്നു. ഏതായാലും നിലവിൽ ഈ 42 പേരടങ്ങുന്ന സംഘം സുരക്ഷിതരാണ്. ഇവരെ കൂടെയുള്ള ഈ ടൂറിസ്റ്റ് ഗൈഡുകളും നിലവിൽ സുരക്ഷിതരാണ്. ഉള്ളിയേരി, അത്തോളി എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള 42 പേരാണ് ഈ തീർത്ഥാടനവും മറ്റ് വിനോദസഞ്ചാരങ്ങളിലേക്കുള്ള യാത്രയ്ക്കുമായി നേപ്പാളിലേക്ക് തിരിച്ചിരുന്നത്. വെള്ളിയാഴ്ച ഇവർ പുലർച്ചെ തന്നെ ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോവുകയും അവിടെ നിന്നായിരുന്നു നേപ്പാളിലേക്ക് ഉൾപ്പെടെ പോയിരുന്നത്. അതിനുശേഷം വിവിധ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ ദർശനം നടത്തിയതിനു ശേഷം തിരിച്ച് വ്യാഴാഴ്ച ഇവർക്ക് കാഠ്മണ്ഡുവിലേക്ക് പോകേണ്ടതായിരുന്നു. അപ്പോഴാണ് ഈ നേപ്പാളിലെ മിന്നൽ പ്രളയം ഉണ്ടാവുന്നത്. അതിനുശേഷം ഇവർ പോകേണ്ട ഈ നദിയോട് ചേർന്നുള്ള റോഡ് മാർഗമായിരുന്നു ഇവർക്ക് പോകേണ്ടിയിരുന്നത്. ആ പ്രദേശത്തെല്ലാം ചെളി നിറഞ്ഞൊരു സാഹചര്യമാണെന്ന് ഇവരോട് അറിയിക്കുകയും ഇവർ ആ ഹോട്ടലിൽ തന്നെ തുടരുകയുമായിരുന്നു. നിലവിൽ ഇവർ സുരക്ഷിതരാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം. സുരക്ഷിതരാണ്. കൃത്യമായി ഭക്ഷണവും വെള്ളം ഉൾപ്പെടെ ഇവർക്ക് ലഭിക്കുന്നു. ഇനി ഇവർക്കുള്ളത് തിരിച്ചു വരാനുള്ള കാര്യങ്ങൾ, അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. ഏതായാലും ഈ മാസം 31-നുള്ളിൽ തന്നെ ഇവർക്ക് ഇങ്ങോട്ട് തിരിച്ചെത്താനാകുമെന്ന പ്രതീക്ഷയാണ് ഇവർ പങ്കുവെക്കുന്നത്. ഏതായാലും ആശ്വാസകര ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വളരെ ആശ്വാസകരമായ സമാധാനമുള്ള വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്.